അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പങ്കുവെക്കാനുള്ളത്. നമ്മളിതായി ഈ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കുട്ടി മുഹമ്മദ് ഷിബിനാൻ, 13 വയസ്സാണ്. എൻ്റെ നാടിനടുത്ത് പൊന്നാനിയിലുള്ള ഒരു കുട്ടിയാണ് 13 വയസ്സുള്ള മുഹമ്മദ് ഷിബിനാൻ. ഈ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിന്ന് ഖിയാമുല്ലയിൽ നമസ്കരിച്ചിട്ട്, അതായത് തറാവീഹും കഴിഞ്ഞ് സുബഹിക്ക് മുൻപുള്ള ഖിയാമുല്ലൈൽ എന്നുള്ള വിശുദ്ധമായ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുലർച്ചെ 3:45 സുബഹിൻ്റെ തൊട്ട് മുൻപ് അത്താഴം കഴിക്കാൻ വേണ്ടി ഈ കുട്ടി പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. ഒരു പക്ഷെ ഒരാൾ പോലും ഈ പ്രായത്തിൽ ചെയ്യാത്ത അത്രയും വലിയൊരു നന്മ ചെയ്യുന്ന ഒരു കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോണ സമയത്താണ് ബൈക്ക് അപകടത്തിൽ ഈ കുട്ടിക്ക് സാരമായിട്ട് പരിക്കേറ്റു. ആ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ കുട്ടീനെ ഉടൻ തന്നെ നാട്ടുകാർ ഈ പൊന്നാനിയിലുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ എടപ്പാളിലുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ പടച്ച റബ്ബിൻ്റെ അലംഘനീയമായ വിധി, ഈ കുട്ടി മരണത്തിന് കീഴടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. سنخوض معاركنا معهم وسنمضي جموعا نردعهم ونعيد الحق المغتصب وبكل القوة ندفعه. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ കുട്ടിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ കുട്ടിനെ ഇടിച്ച വണ്ടി കൗമാരക്കാരായ കുട്ടികൾ ഓടിച്ചൊരു വണ്ടിയാണ്. ഞാൻ ഏറെ പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് വണ്ടി ചെറുപ്പത്തിൽ ഓടിക്കാനറിയാം. ബൈക്ക് എടുക്കുന്നവരാണ്, കാർ എടുക്കുന്നവരാണ്, ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഉപയോഗിക്കും. പ്രിയപ്പെട്ട പൊന്നു മക്കളെ, നിങ്ങൾ നിരത്തിലിറങ്ങിയിട്ട് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു ജീവൻ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ കുട്ടി നമസ്കരിക്കാൻ പോകുന്ന, തറാവീഹ് നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, എന്ന് തറാവീഹിന് പോകുമ്പോഴും നേരത്തെ എത്തിയിട്ടുണ്ടാവും ഈ പൊന്നുമോൻ. അവിടെ എത്തിയെന്ന് മാത്രമല്ല, നോമ്പ് തുറക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യാനും ഇവൻ മുൻപന്തിയിലുണ്ടാവും. അതോടൊപ്പം തന്നെ ആ പള്ളിയിൽ നിന്ന് തറാവീഹ് നമസ്കാരം മുഴുവനും നമസ്കരിച്ചിട്ട് പിന്നെ രാത്രിയിൽ പാതിരാത്രിക്ക് ശേഷമുള്ള ഖിയാമുല്ലയിൽ നമസ്കരിക്കാൻ വേണ്ടി പോലും വരുന്നൊരു കുട്ടി എന്ന് പറഞ്ഞാൽ, ആ കുട്ടീനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പടച്ച റബ്ബ് എന്തുമാത്രം ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാവും. ആ കുട്ടി ഖിയാമുല്ലയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അത്താഴം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ അപകടത്തിൽ പെട്ടത്. പൊന്നാനി അങ്ങാടിക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. ഈ പൊന്നാനി പള്ളിക്കടവിലാണ് ഈ കുട്ടിയുടെ വീട്. AV സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ ഈ കുട്ടീനെ കൊണ്ടുപോയപ്പോൾ, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ, അവിടെ മറ്റൊരു പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കൊണ്ട് ഈ കുട്ടീനെ കണ്ട ആ മയ്യത്ത് അവിടെ നിന്ന് കണ്ടൊരു സുഹൃത്ത് പങ്കുവെച്ചൊരു കാര്യമുണ്ട്. ആ ഒരു മുഖത്തുള്ള ആ ഒരു മുണ്ട് മാറ്റിയിട്ട് നോക്കുമ്പോൾ മരിച്ച് കിടക്കുകയാണെന്ന് തോന്നൂല എന്നാണ് പറയണത്. ഒരു പുഞ്ചിരി, പാതി വിടർന്ന ഒരു പുഞ്ചിരിയുള്ളൂ. നമ്മളിപ്പോൾ നമ്മളിങ്ങനെ അഭിനയിച്ചുറങ്ങാൻ ഇതെങ്ങനെ ഉണ്ടാവും? നമ്മളിങ്ങനെ ഉറങ്ങാണെന്ന് അഭിനയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഉറക്കം ഉണ്ടാവില്ലല്ലോ. നമ്മൾ എത്ര അഭിനയിച്ചാലും യഥാർത്ഥം ഉറക്കം പോലെ ആവില്ല. അങ്ങനെയുള്ളൊരു പുഞ്ചിരിക്കുന്നൊരു മുഖമാണ് അത്ര അയാൾ കണ്ടത്. നമ്മുടെ മക്കൾ നാളെ നോമ്പ് തുറന്നിട്ട് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയ മക്കൾ തിരിച്ചെത്തുന്നത് കഫംപുടയിലാകുന്ന ഒരു കാഴ്ച റബ്ബേ, ഒരു മാതാപിതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സങ്കടമാണ് ഞാൻ ഈ പറയുന്നത്. ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. റമദാൻ്റെ പവിത്രമായ ദിവസമാണ്, അവസാനത്തെ 10 നമ്മൾ ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒറ്റ രാവുകളുടെ ദിവസമാണ്. ഈ ഒരു ആഴ്ച, ഈ ഒരു റമദാൻ അടുത്ത വെള്ളിയാഴ്ച വരെ ഏറ്റവും വിശിഷ്ടമായ രാവും പകലുമാണ്. നമ്മുടെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് നമ്മൾ വാഹനം കൊടുക്കുമ്പോൾ ഒന്ന് പതുക്കെ പോവുക. 10 മിനിറ്റ് വൈകിയാലും ഈ ചീറിപ്പായം, നമ്മൾ റമദാനാണ്, വണ്ടി കയ്യിൻ്റെ കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലോകത്തൊന്നുമല്ല. വെളിയങ്കോട് കഴിഞ്ഞ ദിവസം ഇർഫാദ് എന്ന് എന്തൊരു കുട്ടിയുണ്ട്, 10-16 വയസ്സുള്ള ആ കുട്ടിക്ക് കഴിഞ്ഞ ഞായറാഴ്ച, അങ്ങനെ പൊന്നാനി MES പഠിക്കുന്ന കുട്ടിയാണ്, SSLCക്ക് പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി കഴിഞ്ഞ ഞായറാഴ്ച കർമ്മ റോട്ടിൽ വെച്ചിട്ട് ഇവൻ്റെ നിയന്ത്രണം തെറ്റി ഇവൻ്റെ ബൈക്ക് കൊണ്ടുപോയിട്ട് ഇടിച്ചതൊരു വൈദ്യുതി പോസ്റ്റൽ. തലക്ക് നല്ല പരിക്കേറ്റു. 10ാം ക്ലാസ്സിൽ വെറും അറബിക്കിൻ്റെ എക്സാം മാത്രമേ ഈ കുട്ടി എഴുതാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ. ആ കുട്ടിയും ഇന്നലെ മരണപ്പെട്ടു. അപ്പോൾ വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഇതങ്ങോട്ട് പോവൊരു പോക്ക്. അതുകൊണ്ട് മക്കൾക്ക് നിങ്ങളുടെ വണ്ടികൾ, നിങ്ങളുടെ കൗമാരക്കാരായ മക്കൾ, ഏത് മക്കളും എടുക്കുന്നുണ്ടെങ്കിലും എടുക്കരുതെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ലൈസൻസ് കിട്ടാതെ മക്കൾ എടുക്കരുത് എന്നാണ് നിയമം. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ പോകാൻ വേണ്ടി പറയാം. ഞാൻ ആലോചിക്കുന്നത് ആ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും സഹോദരങ്ങളിലൊക്കെ ഒരവസ്ഥയാണ് ആ മരണപ്പെട്ടു പോയ കുട്ടിയുടെ. അള്ളാഹു ക്ഷമ നൽകട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറയാം, ഈ വീഡിയോ ഇപ്പോൾ എന്തായാലും ആ പ്രായത്തിലുള്ള മക്കളൊന്നും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല. കൗമാരക്കാരായ കുട്ടികൾക്ക് പറ്റുന്നൊരു സബ്ജക്റ്റും അല്ലല്ലോ എൻ്റെ വീഡിയോ. നിങ്ങളുടെ മക്കൾക്ക് വണ്ടി എടുത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ കാരണം ഒരാൾക്ക് പരിക്കേൽക്കരുത്, ഒന്ന് പതുക്കെ പൊക്കോ, വാഹനങ്ങൾ പതുക്കെ പൊക്കോ, എന്ത് തിരക്കുണ്ട് എന്നുണ്ടെങ്കിൽ പതുക്കെ വന്നാൽ മതി എന്നുള്ളത് പറഞ്ഞു കൊടുക്കും.
നമ്മൾ കാരണം കൊണ്ട് ഒരു ജീവൻ എന്താവരുത്, അപകടത്തിൽപ്പെടരുത്. നമ്മൾ ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നു എന്ന് മാത്രമല്ല, വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നമ്മൾ ചികിത്സയിൽ കിടക്കുന്നൊരു സാഹചര്യം, ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലാണെങ്കിൽ മരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലാഹു കാക്കട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ ഒരു റമദാനായിട്ട് തന്നെ നിരവധി അപകട മരണങ്ങൾ നമ്മൾ കേട്ടു. പലതും നമ്മളൊന്ന് ശ്രദ്ധിച്ചാലോ സൂക്ഷിച്ചാലോ രക്ഷപ്പെടാമായിരുന്ന അപകടങ്ങളാണ്. ഒന്ന് ഉറക്കത്തിൽപ്പെട്ട് വാഹനം പോയി ഇടിക്കുന്നത്, അമിതമായ സ്പീഡ്, നമ്മളൊരു ആ വണ്ടിനെ ഓവർടേക്ക് ചെയ്യാം, നമുക്ക് വേഗം കടക്കാം എന്നൊക്കെ കരുതുമ്പോഴാണ് ഈ അപകടം. പലതും നല്ല സ്വപ്നങ്ങൾ കണ്ട് ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കാൻ പോകണവരായിരുന്നു. ഭാര്യയും ഭർത്താവും എന്ന് ഞാൻ പറയുമ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നവരായിരുന്നു. പക്ഷെ അതിന് മുൻപ് തന്നെ അവരെ മരണം കൊണ്ടുപോയി. രണ്ടുപേരും ഒന്നിച്ച് ഒരു സ്കൂട്ടർ യാത്രയിൽ അപകടത്തിൽപ്പെട്ടു. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്നൊരു വിചാരണ നമുക്ക് ഉണ്ടാവണം. ഞാൻ ഈ കുട്ടീനെ കുറിച്ച് അത്ഭുതപ്പെട്ടു പോയത്, ഇന്നത്തെ ഒരു കാലത്തും കൗമാരക്കാരായ മക്കളൊന്നും പള്ളിക്ക് കിട്ടാത്തൊരു കാലം. പൊന്നാനി, മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ ഖിയാമുൽ ലൈൽ എന്ന നമസ്കാരം വളരെ സജീവമായിട്ട് കൊണ്ടു നടക്കുന്നൊരു പ്രദേശമാണ് അവിടെ. എത്രയോ പള്ളികൾ അവിടെ ഉണ്ട്. പല പള്ളികളും നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്തേക്ക് ആളുകളെ നമസ്കരിക്കാൻ ആകർഷിപ്പിക്കുന്ന പള്ളി. അങ്ങനെ ഒരു പള്ളിയിലേക്ക് 10-13 വയസ്സുള്ളൊരു കുട്ടിയൊക്കെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ വേണ്ടി പുലർച്ചെ പോവുക. ആ നമസ്കാരം കഴിഞ്ഞ് വരുന്നൊരു സമയത്താണ് ഈ അപകടത്തിൽപ്പെട്ടത്. അള്ളാഹു ആ കുട്ടിയെ സ്വീകരിക്കാതിരിക്കോ, സ്വർഗത്തിലെ ഉന്നതമായ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് കേട്ടപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, പൊന്നു മക്കളെ, നമ്മുടെ കയ്യിൽ വാഹനമുണ്ട്, പതുക്കെ പോയാൽ മതി. ഞാൻ പേഴ്സണലി പതുക്കെ പോകുന്ന ആളായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാനങ്ങനെ സ്പീഡ് എന്നല്ല, എൻ്റെ വൈഫ് അടക്കം എന്നെ കളിയാക്കും, എന്നാൽ പിന്നെ ഞാൻ നടന്നു വരാം, നിങ്ങളിത് ബൈക്കിൽ പോകുന്നോളൂ എന്ന് പറയും. നമ്മളെന്തിനാ അങ്ങനെ സ്പീഡിൽ പോകേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല എന്നുള്ളത് സ്വയം അങ്ങോട്ടാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ പതുക്കെ പോയാലും അപ്പുറത്തുനിന്ന് വരുന്ന സ്പീഡിൽ വന്നാലും നമ്മുടെ കഥ കഴിയൂട്ടാ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. സംഭവം ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പൊന്നാനിക്കാർക്ക് അറിയായിരിക്കാം. ഈ മുഹമ്മദ് ഷിബനാൻ എന്ന 13-കാരനെ കുറിച്ചിട്ട് ഖബറടക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് പങ്കുവെക്കുക. അപ്പം നമ്മളെല്ലാവരും ദുആ ചെയ്യുക. ഇനി റമദാനിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരും അപകട മരണത്തിൽ പെടാതിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ ഇത് റമദാൻ്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസങ്ങൾ വരുന്ന ദിവസമാണ്. ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ പലരും ഒരു രാത്രിയിൽ എന്തോ ഒരു അത്ഭുതം നടക്കുന്നതായിട്ട് കരുതിയവരുണ്ട്. പലർക്കും പല വീക്ഷണങ്ങളുണ്ട് ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ട്. സൂഫികളുടെ ഒരു വ്യാഖ്യാനമുണ്ട്, അത് മനോഹരമായ വ്യാഖ്യാനമാണ്. അത് എനിക്കിവിടെ പറയാനൊരു പേടിയാണ്. കാരണം പല ആളുകളും അത് ഉൾക്കൊള്ളൂല. ചില ആളുകൾക്ക് പഠിച്ചോനെ ഇതായിരുന്നല്ലേ എന്നാ മാഷാ അല്ലാ എന്ന് വണ്ടർ അടിക്കുന്ന ആളുകളുണ്ട്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിവിടെ ഞാൻ പറയുന്നില്ല. പക്ഷേ ലൈലത്തുൽ ഖദറിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാ ഏറ്റവും അധികം നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു അറിവ്, ഒരു സന്ദേശം അതിനോളം മനോഹരമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, കേരളത്തിൽ 27-ാം രാവ് ആയിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ ഗംഭീരമായൊരു പ്രാർത്ഥനാ സദസ്സ് നടക്കലുണ്ട്. ആ പ്രാർത്ഥനാ സദസ്സ് നടക്കുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കീഴിലാണ്. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ആ 27-ാം രാവിലെ പ്രാർത്ഥനാ സംഗമം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിങ്കളാഴ്ചയാണ് ആ പ്രാർത്ഥനാ സംഘമുള്ളത്. മലപ്പുറത്താണ്, സ്വലാത്ത് നഗറാണ്. ഞാൻ അങ്ങനെയൊക്കെ ക്ലൂ തരാം. ഇന്ന് 1,00,000 പേര് പങ്കെടുക്കുന്ന ഇഫ്താർ ഉണ്ട്, അതാണ് പ്രത്യേകത. പിന്നെ രാവിലെ അവിടെ ഖത്മുൽ ഖുർആൻ ഉണ്ട്. രാവിലെ ഒരു 10:30 തുടങ്ങി ഖത്മുൽ ഖുർആൻ സദസ്സാണ്. 11:30 ആകുമ്പോൾ ഒരു ബദരിയത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പിന്നെ അവിടെ നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അസ്മാഉൽ ബദരിയ ആ ഒരു പരിപാടി ഉണ്ടാവും. പിന്നെ വൈകുന്നേരം അസ്മാഉൽ ഹുസ്ന. ഒരുപാട് പ്രമുഖരായ ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പ്രാർത്ഥനാ സംഘമാണ്. അതിനൊടുവിലാണ് 1,00,000-ഓളം ആളുകൾ, സംഘാടകർ അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ആ പ്രാർത്ഥനാ സംഗമത്തിൽ പോയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. ആ ഒരു സന്തോഷം താഴെ പങ്കുവെക്കുക. ഞാൻ ഇന്നേ വരെ അവിടെ പോയിട്ടില്ല. പല ആളുകൾക്ക് അതുകൊണ്ട് വിയോജിപ്പുള്ളവരുണ്ട്. എന്തിനാണ് 27-ാം രാവിലെ ഇങ്ങനെ ആൾക്കാരെ മുഴുവനും ഒരു സദസ്സിക്ക് കൊണ്ടിരുന്ന വീട്ടിൽ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഓരോരുത്തർ അങ്ങനെ ചെയ്തോളൂ, ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. എവിടെ ഇരുന്നാലും നമ്മൾ നന്നായ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ഇഫ്താർ കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് ഗംഭീരമായ പ്രാർത്ഥനാ സദസ്സാണ്. അതിൽ കാന്തപുരം ഉസ്താദ് പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ പോകാൻ ആഗ്രഹിച്ച ആളുകളുണ്ടെങ്കിലും താഴെ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ഈ ഒരു ഏത് സ്ഥാപനത്തിലാണ്, മലപ്പുറത്തുള്ള ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു, ഫിത്ർ സക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത്? പലരും പല അളവ് പറഞ്ഞു. തൂക്കം 3 കിലോനാണ് കൊടുക്കേണ്ടത്, 2.5 കിലോനാണ്, അതല്ല 2.700 ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയ ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു മാർഗം ഒരു സാഅ് എന്നുള്ളതാണ്. ഒരു സാഅ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുമ്പിൾ ധാന്യം, ഇങ്ങനെ 4 മുദ്ദാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഈ കിലോ കണക്ക് നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 4 മുദ്ദ് നമ്മുടെ അരിച്ചാക്കിൽ നമ്മൾ നല്ലൊരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തൊരു ഒരു ഫുൾ ഹാൻഡിലുള്ള ഒരു മുദ്ദ്, 2 മുദ്ദ്, 3 മുദ്ദ്, അങ്ങനെ 4 മുദ്ദാണ് ഒരാളുടെ അളവ്.
കിലോൻ പറയുന്നതിനേക്കാളും സൗകര്യം ഇതായിരിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.